1975കളിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്നേക്ക് 50 വർഷം മുമ്പുള്ള കഥയാണ് നമ്മൾ ഇന്നലെ തോറ്റവന്റെ തേരോട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആ പറഞ്ഞ ആളിനെ കുറിച്ച് 10ാം ക്ലാസ് വരെ പറഞ്ഞെങ്കിലും അതിന് ഒരു ഫ്ലാഷ് ബാക്ക് പിറകിലോട്ട് കൂടി പറയേണ്ടിയിരിക്കുന്നു. ആ ഒൻപതാമത്തെ മകൻ പഠിച്ചത് 1ാം ക്ലാസ്സിൽ പഠിച്ചത് ആയൂരിലാണ്. അപ്പോൾ ആയൂർ വീട്ടിൽ ബിസിനസ്സൊക്കെ ആണെന്ന് പറഞ്ഞു. ബിസിനസ് ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ മടിയൊക്കെയാണ്, എങ്കിലും അടുത്തായതുകൊണ്ട് സ്കൂളിൽ പോകും. അതിനുശേഷം അത് ആയൂരിൽ നിന്ന് മാറി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഗ്രാമത്തിൽ താമസിച്ച് അടുത്തുനിന്ന് 2 കിലോമീറ്ററോളം സ്കൂൾ അകലെയാണുള്ളത്. ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. സ്കൂളിൽ നടന്നാണ് പോകേണ്ടത്. വീട്ടിൽ സൗകര്യങ്ങളും ബിസിനസ്സും ഒക്കെ ഉള്ളത് കൊണ്ടും മുട്ടായിയും ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന വീടായതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടി സ്കൂളിൽ പോകില്ല. പക്ഷേ ഒരു ദിവസം കുട്ടിയുടെ അമ്മ നന്നായി വായിക്കുന്ന ആളാണ്, വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ 2.5 കിലോമീറ്ററും കുട്ടിയെ തല്ലി. മൊത്തം തല്ലിയില്ല, പക്ഷേ കുട്ടി തിരിഞ്ഞു നോക്കുമെങ്കിൽ തല്ലും, അല്ലെങ്കിൽ തല്ലാൻ പ്രേരിപ്പിക്കുന്ന ആക്ഷൻ കാണിക്കും. അങ്ങനെ ഒരു ദിവസത്തെ തല്ലുകൊണ്ട് കുഞ്ഞ് സ്കൂളിലിരുന്നു. പിന്നെ അതിനുശേഷം കുട്ടി സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല. സ്കൂളാണെങ്കിൽ യാതൊരു സൗകര്യങ്ങളും ഉള്ളതല്ല. ബെഞ്ചും ഡെസ്കും മേശയും ഒഴിച്ച് ബോർഡും ഒഴിച്ചാൽ യാതൊരു സൗകര്യമില്ല. ഓലക്കെട്ടിടങ്ങളാണ്. എല്ലാ വർഷവും ഓലകെട്ടാൻ താമസിച്ചു പോയാൽ അങ്ങനെ ഇരിക്കുന്ന സ്കൂളിൽ തന്നെ ഫാനില്ല, മറ്റ് സൗകര്യങ്ങളില്ല, ഫ്രിഡ്ജില്ല, കാമ്പൗണ്ടില്ല, ഒന്നുമുള്ള സ്കൂളല്ല. വളരെ സാധാരണ സ്കൂൾ. ടെസ്റ്റ് ട്യൂബിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതില്ല. 4ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ പ്രൈമറി സ്കൂളാണ്, 4ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടൗണിലുള്ള 5ാം ക്ലാസ് മുതൽ മറ്റൊരു സ്കൂളിലാണ്. അന്നും പക്ഷേ ഈ നമ്മളീ കാണുന്ന ഇപ്പോൾ ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ബഹളത്തിൻ്റെ മറ്റൊരു രൂപം അന്നും ഉണ്ടായിരുന്നു. അന്ന് ABCDE എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ്സുകൾ. അതിൽ A എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ക്ലാസ്സാണ്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ ക്ലാസ്സാണ് A. B എന്ന് പറയുന്നത് മുസ്ലിം കുട്ടികളാണ്. കാര്യം മുസ്ലിം കുട്ടികൾക്ക് വെള്ളിയാഴ്ച ഈ പള്ളിയിലൊക്കെ പോകുന്ന സൗകര്യങ്ങളൊക്കെ പ്രമാണിച്ച് B മുസ്ലിം കുട്ടികളുടെ ക്ലാസ്സാണ്. C എന്ന് പറയുന്നത് അവിടെ അന്നും വിവേചനമുണ്ട് എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. C എന്ന് പറയുന്നത് സ്കൂളിലെ അധ്യാപകരുടെ മക്കളും ഒക്കെ അവിടെ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. കാരണം അന്ന് ഈ CBSE സ്കൂളുകളോ ICSE സ്കൂളുകളോ വ്യാപകമല്ല, വളരെ റെയറാണ്. അതിൽ നല്ല ഫീസും ഒക്കെയാണ്. അതുകൊണ്ട് മിക്കവാറും അധ്യാപകരുടെയും സമ്പന്നരുടെ മക്കളും ഒക്കെ പഠിക്കുന്നത് ആ സ്കൂളിൽ തന്നെയാണ്, ഈ പൊതുവിദ്യാലയങ്ങളിൽ തന്നെയാണ്. ആ സ്കൂളിൽ C ഡിവിഷൻ എപ്പോഴും ഈ അധ്യാപകരുടെ മക്കളും സമ്പന്നരുടെ മക്കളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 9ാമത്തെ കുട്ടി ഉള്ള ഈ കുട്ടി, ഞാനത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടി 9ാമത്തെ കുട്ടി 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും D ഡിവിഷനിലേക്ക് പോയി. കാരണം കുട്ടി പഠിക്കും, പക്ഷെ പഠിക്കുമെങ്കിലും സ്വാധീനം കൊണ്ട് അന്നും ഈ സ്വാധീനം കണ്ടിട്ടുണ്ട് ആ കുട്ടി. ഞാൻ ആ കുട്ടി പലപ്പോഴും ടീച്ചറോട് പോയി ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ എന്നെക്കാൾ പഠിക്കാത്ത കുട്ടികളെയാണല്ലോ നിങ്ങൾ പലരെയും സിയിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾ ടീച്ചർ പറയുന്നത് പഠിക്കുന്ന കുട്ടികളെ ഒരു C ക്ലാസ് ആണെന്നാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അത് ചില സ്വാധീനങ്ങൾക്ക് വശംബദലമായി ചിലരെ വയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. എന്നിട്ട് D ക്ലാസ്സിലാണ് ആ കുട്ടി പഠിച്ചത്. ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുമായി മിക്കവാറും മുസ്ലിം ഹിന്ദു കുട്ടികളെല്ലാം ഉണ്ട്, ക്രിസ്ത്യൻ കുട്ടികളില്ല. ആ കുട്ടികളിൽ എല്ലാവരും കൂടി ഈ 9ാമത്തെ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ തീപ്പട്ടിക്കകത്ത് ചില ഡെക്കറേഷൻസ് ഒക്കെ വരുത്തി ഒരു നൂല് വലിച്ചാൽ അതിനകത്ത് കളർ ചിത്രം കാണാവുന്ന ഒരു പാക്കറ്റ് ഉണ്ടാക്കി. ഇത് എല്ലാ ക്ലാസ്സിലും കൊണ്ട് നടന്ന് കയറി പെൻസിൽ, ഒടിഞ്ഞു പോയ സ്ലേറ്റിൻ്റെ പെൻസിൽ മേടിക്കും. ചെറിയ പെൻസിലിന് പറയുന്ന പേര് കുച്ചു പെൻസിൽ എന്നാണ് പറയുന്നത്. ഞാനിതൊക്കെ പറയാനും കൂടിയാണ് കാലഘട്ടം പറയാം. കുച്ചു പെൻസിൽ മേടിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ ക്ലാസ്സുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ 4ാം ക്ലാസ്സിലല്ലേ കൊച്ചു കുട്ടികളെ വിളിച്ചിരുത്തി ഈ തീപ്പട്ടി കവർ കാണിച്ചാൽ, അല്ലെങ്കിൽ സിഗരറ്റ് കവർ കാണിച്ചാൽ അതിനകത്ത് നൂല് വലിച്ചാൽ അകത്ത് കളർ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്കൂളുകളിൽ പോകും. അന്ന് അമേരിക്കയിൽ നിന്ന് കയറ്റിയേക്കപ്പെടുന്ന കുതിരയ്ക്ക് കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ മനുഷ്യർക്ക് കഴിക്കാൻ കഴിയാത്തതെന്നോ ആയിട്ടുള്ള ചോളം, ഉപ്പുമാവ്, മഞ്ഞൾപ്പൊടി, ഒരുതരം ഗോതമ്പ് പൊടി പോലത്തെ മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ടുവരും. ഇത് കുറുക്കുമ്പോൾ ധാരാളം ചെള്ള് കാണും. ഈ ചെള്ള് വാരി കളഞ്ഞിട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞപ്പൊടി നമ്മുടെ റവ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിത്തരും. ഇതാണ് ആഹാരം. അതിനു വേണ്ടി മാത്രം സ്കൂളിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികളാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ചെറിയ പാത്രം കൊണ്ടുപോകും. പാത്രത്തിൽ ഒന്നുകിൽ ഈ കുറുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ മഞ്ഞപ്പൊടി ഈ റവ പോലെ ആക്കിയിട്ടുള്ള ഉപ്പുമാവ് പോലത്തത് കിട്ടും. ഇത് രണ്ടിലും ധാരാളം ചെള്ള് കാണും. ചെള്ള് പറക്കി കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്.
അങ്ങനെ ഈ കുട്ടികളെല്ലാം ഈ കുട്ടികളെല്ലാം കൂടി, സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു ദിവസം തീപ്പട്ടിക്കൂടിൽ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കി ക്ലാസ് അന്തരം കയറിയ കൂട്ടത്തിൽ മുസ്ലിം പെൺകുട്ടികളെയും അടുത്തും ചെന്നു. മുസ്ലിം പെൺകുട്ടികളുടെ അടുത്ത് ചെന്നപ്പോഴാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അഷറഫ് എന്നോ ഷറഫുദ്ദീനോ എന്നാണ് പേര് ഞാൻ 2 പേരിരുന്നോട്ടെ, കാര്യം കൃത്യമായി പേര് പറയുന്നില്ല, അങ്ങനെ പേരുള്ള ഒരു മുസ്ലിം നാമധാരി കൊച്ചുകുട്ടിയാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ആ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇതൊന്നും കിട്ടിയെന്നറിയില്ല. പെട്ടെന്ന് വരികയും അങ്ങനെ ഞങ്ങളെ കുട്ടികൾക്ക്, ഞങ്ങളുടെ പെൺപിള്ളേർക്ക് നിങ്ങൾ ഇതൊന്നും കാണിക്കേണ്ട, നിങ്ങൾ ഹിന്ദു കുട്ടികളാണ് എന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാവുകയും തല്ല് നടക്കുകയും, അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു അങ്ങനെ ഇതല്ല തല്ല് വേണ്ടത്, നമുക്ക് ഈ തല്ലിലൊരു മത്സരം വേണം. അങ്ങനെ തല്ലിലേക്ക് മത്സരത്തിൽ വരികയും ആ 2 ഓലയുള്ള 2 കെട്ടിടത്തിൻ്റെ ഇടയ്ക്കൊരു ചാലുണ്ട്, വെള്ളം ഒഴുകി പോകുന്നതിന്. ആ ചാലിൽ വരികയും എല്ലാ കുട്ടികളും ചുറ്റും നിൽക്കുക, അത് മുസ്ലിം കുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരും ചുറ്റും നിൽക്കുകയും ഈ 2 പേരും മാത്രം, അതായത് ഈ പെൻസിൽ കൊണ്ടുപോയ ഈ 9ാമത്തെ മകനായ കുട്ടിയും പിന്നെ ഈ ഷറഫുദ്ദീൻ കുട്ടിയും നിൽക്കും. ഒരാൾ കൈകെട്ടി നിൽക്കുക, ആദ്യം മുസ്ലിം കുട്ടി കൈകെട്ടി നിൽക്കുക, ഹിന്ദു കുട്ടി നെഞ്ചിലും മുതുകത്തും ആവശ്യമുള്ള ഇടിക്കും, എന്നിട്ട് തിരിച്ച് കൈകെട്ടി നിൽക്കുക, എത്ര ഇടി ഇടിച്ചോ അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് ഇടിക്കാം. ഇങ്ങനെ നെഞ്ചിലും പടപട ഇടിക്കുന്നു, വലിയ ഇതായി. പക്ഷേ അതിൽ ഒരാളിന് വളർന്നു വന്നപ്പോൾ വലിയ അസുഖമായി, ഈ ഇടിയൊക്കെ ധാരാളം ചെറിയ പ്രായത്തിൽ നെഞ്ചിലും മുതുകത്തും കിട്ടിയതുകൊണ്ടായിരിക്കാം. ആ സംഘർഷം അങ്ങ് വലുതായി. അപ്പോൾ ആർപ്പ് വിളിയും കൂക്കി വിളിയുമായി പെട്ടെന്ന് പ്രധാന അധ്യാപകൻ ഉടൻ തന്നെ വടിയെടുത്തു കൊണ്ടുവന്ന് എല്ലാവരെയും തല്ലി നാശക്കോട്ടയാക്കി. 2 പേർക്കും ആവശ്യമായ തല്ല് കിട്ടി. ഞാൻ ഈ സംഭവം പറഞ്ഞത് ആ കാലഘട്ടത്തിൽ 1975 കാലഘട്ടത്തിലും 4 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലും മതവും ജാതിയും ചിന്തയും ഒക്കെ ഉണ്ട്, 2 കൂട്ടരുടെ ഭാഗത്തുമുണ്ട്. അത് കഴിഞ്ഞാണ് കുട്ടി വീണ്ടും 10ാം ക്ലാസ്സിൽ, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പാമ്പ് കടിച്ച കഥയെല്ലാം പറഞ്ഞു, ആ ചികിത്സ കഴിഞ്ഞാണ് മാർക്ക് കുറഞ്ഞതെടുത്താണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. ഇതിനിടയ്ക്കാണ് ഈ ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ വന്നത്. ഇതിനിടയ്ക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിയുടെ പിതാവ് 52 വയസ്സിനകത്ത് പിതാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ പിതാവിന് ചെറിയ മദ്യപാനശീലം ഉണ്ടായിരുന്നു. മദ്യപിക്കരുതെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞതാണ്. പക്ഷേ വീട്ടിൽ ബിസിനസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ മദ്യം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാന്ദർഭ്യമായി ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ വലിയ മദ്യപാനിയൊന്നുമില്ല. പക്ഷേ മദ്യം കഴിക്കുന്ന ശീലമുണ്ട്. പക്ഷേ അത് കരളിനൊക്കെ പ്രശ്നമായാണ് മരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 10 രൂപ വാടക വീടാണ്. അവിടെ ഒരു മൂത്ത അതിലൊരു ചേച്ചിയെ വിവാഹം കഴിച്ചയപ്പിച്ചിരുന്നു നാഗർകോവിൽ. ബാക്കി ഉള്ളവർ ഒരു ചേച്ചിയെ വിവാഹം കഴിപ്പിക്കണം, 4 ആൺകുട്ടികളുണ്ട്. അതിൽ ഒരാൾ പൂനെയിലെ ഒരു കമ്പനിയിലുമാണ്. ബാക്കി 3 പേരും ആൺകുട്ടികളും ഈ ഒരു ചേച്ചിയും അയാളുടെ അതായത് ആ വീട്ടിലുണ്ട്. വന്നവരെല്ലാം പറഞ്ഞു ഇതെങ്ങനെയാണ് ഈ കുടുംബം ഇനി ജീവിക്കുക, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം അടക്കുന്നതിന് ശ്മശാനമുള്ള ഗ്രാമമല്ല, അടക്കുന്നതിന് ഡെഡ് ബോഡി കിടക്കുമ്പോൾ തന്നെ തർക്കങ്ങൾ നടന്നു. ഇതെവിടെ അടക്കം എന്നുള്ളൊരു തർക്കം വന്നു. പക്ഷേ അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അത് അടക്കാനുള്ള സാഹചര്യമുണ്ടായി, അത് അടക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടി കുറേ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക്, കാരണം SFIയുടെ ലീഡറായല്ലോ, അതിനനുസരിച്ച് സാമൂഹ്യ രംഗത്തേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ട് അങ്ങനെ പോകുന്നത്. ഒന്നാമത് വീട്ടുകാരെല്ലാം കോൺഗ്രസ് കുടുംബമാണ്. മകൻ പോയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാണ്. അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ വഴിപാട് സമരത്തിൻ്റെ കാലമല്ല. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നു, 2 ബഹളം ഉണ്ടാക്കുന്നു, കൂക്കി വിളിക്കുന്നു, ഉടൻ തന്നെ വെള്ളം അടിക്കുന്നു, ചേർന്നു 4 ഫോട്ടോ വരുന്നു. 4 പെണ്ണുങ്ങളായാലും സ്ത്രീകളായാലും വനിതകളായാലും പുരുഷന്മാരായാലും ഉടൻ സെക്രട്ടേറിയറ്റിൻ്റെ മതിലിൽ ചാടിക്കയറാൻ നോക്കുന്നു. ഉടൻ തന്നെ ഫോട്ടോ വരുന്നു. ഫ്ലാഷ് എടുത്ത് കഴിഞ്ഞ് പറയുമ്പോൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പറയും. ഫോട്ടോ ആയി കഴിയുന്നപ്പം ചാടി ഇറങ്ങി വീട്ടിൽ പോകും, അല്ലെങ്കിൽ പോയി പിന്നെ ബിരിയാണി ഫുഡെല്ലാം കഴിച്ച് പോണ രംഗമാണ്. അന്ന് അങ്ങനെയല്ല. സമരം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സമരമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക്, SFIക്കാർക്കൊക്കെ വലിയ തല്ല് കിട്ടുന്ന കാലമാണ്. ക്യാമ്പസുകളിലെല്ലാം KSU ആണ് അന്നത്തെ കാലത്തെ ഏറ്റവും മുന്തിയ സംഘടന. SFI എന്ന വാക്ക് പറഞ്ഞാൽ പോലും തല്ല് ധാരാളം കിട്ടും. അപ്പോഴും ആ ഗ്രാമത്തിലെ പ്രധാന സ്കൂളിൽ SFI ആയിരുന്നു പലപ്പോഴും ജയിച്ചിരുന്നത്. അത് സംഘർഷത്തിലൂടെയൊക്കെ തന്നെയാണ് SFI ജയിക്കുന്നത്. ഈ കാലഘട്ടം കഴിഞ്ഞ് അപ്പോൾ ഈ കുട്ടി രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അടുത്തുള്ള വായനശാലയിലും അതുപോലെ തന്നെ പാർട്ടിയുടെ CPMൻ്റെ കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിലും ഒക്കെ പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞു പ്രദേശത്തിൻ്റെ, കുഞ്ഞു ഗ്രാമത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി പറയാം 1 2 വാർഡുകൾ, ജംഗ്ഷനും അതുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആ കുട്ടിയുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2-3 വാർഡുകളിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്ന, നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ്
ജീവിതത്തിൻ്റെ അടുത്ത ദുരന്തങ്ങളുടെ കഥ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മരണം മുഖാമുഖം കണ്ട പാമ്പ് കടിച്ചത് ഞാൻ പറഞ്ഞു. അതിനുശേഷം കുട്ടി പഠനം മുടങ്ങിയ കാര്യം പറഞ്ഞു. അതിന് പിന്നെയുള്ള പ്രീ ഡിഗ്രി, അന്ന് +2 ഇല്ല, പ്രീ ഡിഗ്രി മുതലുള്ള കാര്യങ്ങൾ നമുക്ക് ആ കാലഘട്ടം മുതൽ എന്ന് പറയുമ്പോൾ 75 കഴിഞ്ഞു, പിന്നെ 80കളാകുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയമായ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോകുന്നു. ഇനി വിദേശത്തു നിന്ന് വരുന്നവരുടെ കഥ ഉൾപ്പെടെയും ഗ്രാമങ്ങളിലെത്തിയ വിദേശികളുടെ കഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവർ അനുഭവിച്ച വേദനകളും യാതനകളും വ്യവസായങ്ങളും ചെറുകിട സംരംഭങ്ങളും നടത്താനുണ്ടാക്കിയ ബുദ്ധിമുട്ടും അതിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കാണിച്ച കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും കാണുക. ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയുടെ കഥ പറയുക എന്നുള്ളതല്ല, 65-70 ജനിച്ചൊരു കുട്ടിയുടെ കഥ പറയുക എന്നുള്ളതല്ല. ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക കാര്യങ്ങൾ കൂടി സമൂഹത്തെ അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം.